ന്യൂസിലാൻഡിലെ നമ്മളുടെ ആനുവൽ ലീവും സിക്ക് ലീവിൻ്റെയും കാര്യത്തിൽ വലിയൊരു മാറ്റമാണ് വരാനായിട്ട് പോകുന്നത്. എംപ്ലോയ്മെൻറ്റ് ലീവ് ബിൽ പാർലമെൻറ്റിൽ ഫൈനൽ റീഡിംഗ് പാസ്സായിരിക്കുകയാണ്. നിലവിൽ നമ്മൾക്ക് 12 മാസം കഴിയുമ്പോഴാണ് 4 ആഴ്ചത്തെ ആനുവൽ ലീവ് കിട്ടുക. ഇനി ഈ ഒരു പുതിയൊരു സിസ്റ്റം എഫക്റ്റീവായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മളുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഡേ 1 തൊട്ട് തന്നെ, അതായത് നമ്മൾ ജോലിക്ക് കയറിയ ആ ഒരു ദിവസം തൊട്ട് തന്നെ നമ്മളുടെ ആനുവൽ ലീവ് അവേഴ്സായി അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇനി സിക്ക് ലീവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിലവിൽ 6 മാസം കഴിയുമ്പോഴാണ് നമ്മൾക്ക് 10 ദിവസത്തെ സിക്ക് ലീവ് കിട്ടുക. അതും ഇനി മാറാനായിട്ട് പോവുകയാണ്. നമ്മളുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മളുടെ സിക്ക് ലീവ് അവേഴ്സിലായി അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് പുതിയ റൂളിൻ്റെ പ്രത്യേകത. ഇനി പാർട്ട് ടൈം വർക്കേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിലവിൽ 6 മാസം കഴിയുമ്പോൾ 10 ദിവസത്തെ സിക്ക് ലീവ് അവർക്കും ഫുൾ ടൈം വർക്കറിനെ പോലെ തന്നെ കിട്ടിയിരുന്നുവെങ്കിൽ, എലിജിബിൾ ആണെങ്കിൽ കിട്ടിയിരുന്നുവെങ്കിൽ, ഈ ഒരു പുതിയൊരു സിസ്റ്റം നിലവിൽ വരുമ്പോൾ അവരുടെ സിക്ക് ലീവ് അവർ വർക്ക് ചെയ്യുന്ന ആ അവേഴ്സിനെ അടിസ്ഥാനമാക്കി അവരെന്തോരം വർക്ക് ചെയ്യുന്നു ആ അവേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും അവർക്ക് സിക്ക് ലീവ് അക്യുമുലേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ലെസ് അവേഴ്സ് ചെയ്യുന്ന ഒരു പാർട്ട് ടൈം വർക്കർ നിലവിൽ ഒരു 10 ദിവസം സിക്ക് ലീവ് 6 മാസം കഴിയുമ്പോൾ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പുതിയ സിസ്റ്റം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അത്രയും കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം അവർ എത്ര വർക്ക് ചെയ്യുന്നോ ആ അവേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും അവരുടെ സിക്ക് ലീവ് അക്യുമുലേറ്റ് ആകുക. അതൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. ഇനി കാഷ്വൽ വർക്കേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സിക്ക് ലീവും ആനുവൽ ലീവും ഉണ്ടായിരിക്കത്തില്ല. മറിച്ച് 12.5% ലീവ് കോമ്പൻസേഷൻ പേ അവർക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത മാറ്റം എന്ന് പറയുന്നത് ആനുവൽ ലീവിൻ്റെ ക്യാഷ് ഔട്ടിൻ്റെ കാര്യത്തിലാണ്. നിലവിൽ നമുക്ക് ഒരാഴ്ചത്തെ ആനുവൽ ലീവ് ക്യാഷ് ഔട്ടാണ് എടുക്കാൻ പറ്റുന്നതെങ്കിൽ ഈ റൂൾ വന്നു കഴിയുമ്പോൾ നമുക്ക് 25% വരെ നമുക്ക് ആനുവൽ ലീവ് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഗവൺമെൻറ് 24 മാസമാണ് എംപ്ലോയേഴ്സിന് സമയം കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ നേരത്തെ തന്നെ ഇത് എഫക്റ്റീവായിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇത് അവർക്കും കൂടി പ്രയോജനമുള്ള ഒരു കാര്യമാണ്.